ഹലോ എവരി വൺ, വെൽക്കം ബാക്ക് ടു ദ ന്യൂ വീഡിയോ ഓഫ് നോളജ് ഹണ്ടർ. അപ്പോൾ നമ്മളിന്ന് 6ാം ക്ലാസ് മാത്തമാറ്റിക്സ് ആനുവൽ എക്സാമിന് നമ്മളുടെ ലെറ്റർ മാത്ത് അല്ലെങ്കിൽ അക്ഷരഗണിതം എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു തരം ചോദ്യമായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ വീഡിയോ ക്ഷമയോടെ അവസാനം വരെ കേൾക്കുക. അതോടൊപ്പം തന്നെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. സോ നമുക്ക് നേരെ ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. സോ ക്വസ്റ്റ്യൻ ഇതാണ് ക്വസ്റ്റ്യൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. മലയാളം മീഡിയം ക്വസ്റ്റ്യനെ കിട്ടിയിട്ടുള്ളൂ, പക്ഷേ കുഴപ്പമില്ല, ഞാൻ എന്ത് ചെയ്യാം, ഇംഗ്ലീഷ് മീഡിയത്തിൽ പറഞ്ഞുതരാം. സോ കൃത്യമായിട്ട് മക്കൾ നോക്ക്, ചതുരങ്ങൾ ചേർത്ത് വയ്ക്കാം, അതാണ് നമ്മളുടെ പ്രവർത്തനത്തിൻ്റെ പേര്. തീപ്പെട്ടി കമ്പുകൾ ഉപയോഗിച്ച് മനു ഉണ്ടാക്കിയ ചതുരങ്ങളാണ് താഴെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, നല്ല കാര്യം. അടുത്ത് ഇവിടെ നമുക്ക് ചതുരം കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെയാണ് ചതുരങ്ങൾ, ഉണ്ടാക്കിയിട്ടുള്ള ചതുരങ്ങൾ ഇതാണ്. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് കമ്പുകളുടെ എണ്ണം, എത്ര കമ്പുകളാണ് ഒരു ചതുരം ഉണ്ടാക്കാൻ ഉപയോഗിച്ചിരിക്കുന്നതെന്നാണ് ഈ ഒരു ടേബിളിൽ കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് നമ്മളോട് നോക്ക്, ഇവിടെ നമുക്ക് തന്നിട്ടില്ല, അവിടെ നമുക്ക് മിക്കവാറും ഫില്ല് ചെയ്യാനായിരിക്കും. ക്വസ്റ്റ്യൻ വായിച്ചു വെക്കാം. യെസ്, ഞാൻ പറഞ്ഞ ശരി തന്നെ. അടുത്ത് നോക്ക്, പട്ടിക പൂർത്തിയാക്കുക. ഇവിടെ നമുക്ക് ഫില്ല് ചെയ്യണം, ഇവിടെ ഫില്ല് ചെയ്യണം. അപ്പോൾ നമുക്ക് എന്താണ് ഇവിടുത്തെ ബന്ധം എന്ന് നോക്കാം. അപ്പോൾ നോക്ക്, ഇവിടെ ഒരു ചതുരമാണ്, ഒരു ചതുരമായപ്പോൾ 4 കമ്പായി. അതുപോലെ ഇവിടെ 2 ചതുരമായപ്പോൾ 7 കമ്പായി. ഇവിടെ ഒരു 3 ചതുരമായപ്പോൾ 10 കമ്പായി. അതുപോലെ ഇവിടെ 4 ചതുരമാകുമ്പോൾ എത്ര കമ്പാണെന്ന് കണ്ടുപിടിക്കണം. നമുക്ക് കണ്ടുപിടിക്കാം. മക്കളെ, നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്ക്, ഇവിടെ ഒരു ചതുരമാണ്, ഇവിടെ 2 ചതുരമാണ്, ഇവിടെ 3 ചതുരമാണ്. ഒന്ന് നോക്കിയേ, ഈ 1നോട് 3 മൾട്ടിപ്ലൈ ചെയ്തിട്ട് 1 കൂട്ടിയതല്ലേ 4. അതായത് നമ്മളുടെ ഇവിടെ 1, ഇവിടെ 1, ആ 1നോട് 3 ഗുണിച്ചു, എന്നിട്ട് അതിനോട് 1 കൂട്ടിയതാണ് 4. അതുപോലെ ഇവിടെ നോക്ക്, ഇവിടെ 2നോട് 3 ഗുണിച്ചിട്ട് 1 കൂട്ടിയതാണ്. 2നോട് 3 ഗുണിച്ച് കഴിഞ്ഞാൽ 6, 6നോട് 1 കൂട്ടിയതല്ലേ ഇവിടെ വരുന്നത്, ആണ്. അടുത്ത് ഇവിടെ നോക്ക്, ഇവിടെ 3, 3നോട് 3 ഗുണിച്ച് കഴിഞ്ഞാൽ 9, 9നോട് 1 കൂട്ടിയാൽ 10 കിട്ടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ റിലേഷൻ നമുക്ക് മനസ്സിലായി. എന്താ, ആദ്യം ഒരു 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു, എന്നിട്ട് 1 ആഡ് ചെയ്യുന്നു. ഇതാണ് ഇവിടുത്തെ ബന്ധം. മക്കളെ, നിങ്ങൾ നോക്കുക, ഇവിടെ നമുക്കിവിടെ എത്ര ചതുരമുണ്ട്? ഇവിടെ 4 ചതുരമല്ലേ, ആ 4നോട് 3 ഗുണിക്കുക. അപ്പോൾ 4നോട് 3 ഗുണിക്കുക, എന്നിട്ട് അതിനോട് ഒരു 1 ആഡ് ചെയ്താൽ കഴിഞ്ഞാൽ നമുക്ക് ആൻസറായി. അപ്പോൾ 4 × 3 എന്ന് പറയുമ്പോൾ 12, 12 + 1 13. അപ്പോൾ ഇവിടെ എത്ര വരും? 13 എന്ന് വരും കേട്ടോ. ഇവിടെ 13 ആയിരിക്കും. മനസ്സിലായല്ലേ? അടുത്ത് ഇവിടെ നമുക്ക് ഫില്ല് ചെയ്യണം. ഇവിടെ നോക്ക്, 1 2 3 4. ഇവിടെ ആദ്യം 4 ചതുരങ്ങളാണ്. ഇനി അടുത്തത് ഇവിടെ 5 ചതുരം വരണം. അപ്പോൾ 5 ചതുരം ഇങ്ങനെ വരച്ച് കൊടുക്കാം. അപ്പോൾ 1 2 3 4 5 ഇങ്ങനെ വരച്ച് കൊടുക്കാം കേട്ടോ. ഓക്കെ, നിങ്ങൾ സ്കെയിലും പെൻസിലൊക്കെ മനോഹരമായിട്ട് വരയ്ക്കാം. അടുത്ത് ഇവിടെ ഫില്ല് ചെയ്യണം. നോക്ക്, ഇവിടെ 5 ചതുരമല്ലേ, അപ്പോൾ കമ്പുകളുടെ എണ്ണം കണ്ടുപിടിക്കാൻ ആ 5നോട് 5 ചതുരമായതുകൊണ്ട് 5, ആ 5നോട് ഒരു 3 മൾട്ടിപ്ലൈ ചെയ്യുക, എന്നിട്ട് 1 ആഡ് ചെയ്യുക. അപ്പോൾ 5 × 3 15, 15 + 1 16. അപ്പോൾ ഇവിടെ എത്ര വരും? 16 വരും. ഓക്കെ, 16 എന്ന് കിട്ടും. ഓക്കെ, അടുത്ത് ബി, ചതുരങ്ങളുടെ എണ്ണവും തീപ്പെട്ടി കമ്പുകളുടെ എണ്ണവും തമ്മിലുള്ള ബന്ധം എങ്ങനെ പറയാം? അപ്പോൾ നമുക്ക് എങ്ങനെ പറയാം? നമ്മൾ നേരത്തെ ഓൾറെഡി പറഞ്ഞു അല്ലേ. അതായത് ചതുരങ്ങളുടെ എണ്ണം ഞാൻ എഴുതുന്നുണ്ടേ, ചതുരങ്ങളുടെ എണ്ണത്തിനോട്, ഓക്കെ, എണ്ണത്തിനോട് 3 ഗുണിച്ചിട്ട് ഇംഗ്ലീഷ് പറയുകയാണെങ്കിൽ 3 മൾട്ടിപ്ലൈ ചെയ്തിട്ട് 1 കൂട്ടിയതാണ്. ഓക്കെ, ഞാൻ താഴെ തൊട്ടിരുന്നുണ്ട്. ഓക്കെ, 1 കൂട്ടിയതാണ് കമ്പുകളുടെ എണ്ണം. ഓക്കെ, മനസ്സിലായല്ലോ? ഞാൻ ഒന്നും കൂടെ ഇവിടെ ഒന്ന് ജസ്റ്റ് മാർക്ക് ചെയ്യാം. ഒന്ന് ചെറുതാക്കി കാണിച്ചു തരാം, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. മകളെ വായിച്ചു നോക്കാം. ചതുരങ്ങളുടെ എണ്ണത്തിനോട് 3 ഗുണിച്ചിട്ട് 1 കൂട്ടിയതാണ് കമ്പുകളുടെ എണ്ണം. അപ്പോൾ അവരുടെ ബന്ധം എന്താണെന്ന് നമ്മൾ എഴുതി. സോ ഇനി സി ക്വസ്റ്റ്യൻ നോക്കാം. നോക്ക്, അക്ഷരങ്ങൾ ഉപയോഗിച്ച് ഈ ബന്ധത്തെ എങ്ങനെ സൂചിപ്പിക്കാം? അപ്പോൾ നമ്മളിവിടെ ലെറ്റേഴ്സ് ഉപയോഗിച്ചിട്ടാണ് പറയേണ്ടത്. അപ്പോൾ ഇവിടെ നമുക്ക് സൂചിപ്പിക്കാൻ, ലെറ്ററുകൾ ഉപയോഗിച്ച് സൂചിപ്പിക്കാൻ 2 കാര്യങ്ങളാണുള്ളത്. ഒന്ന് ചതുരങ്ങളുടെ എണ്ണം, അതുപോലെ കമ്പുകളുടെ എണ്ണം. സോ ഞാൻ എന്ത് ചെയ്യുന്നു, അത് എഴുതുന്നു. സോ ഞാനിവിടെ എഴുതുന്നുണ്ട്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു, ചതുരങ്ങളുടെ എണ്ണം. ഓക്കെ, സോ
ചതുരങ്ങളുടെ എണ്ണം. ചതുരങ്ങളുടെ എണ്ണം ഞാൻ ഒരു ലെറ്റർ കൊടുക്കുകയാണ്, ഒരു അക്ഷരം കൊടുക്കുകയാണ്. ഞാനിപ്പോൾ ചതുരങ്ങളുടെ എണ്ണം ഞാനൊരു എ ആയിട്ട് കൊടുത്തു. നിങ്ങൾക്ക് വേറെ ഏത് നമ്പറായിട്ടും ലെറ്ററായിട്ടും കൊടുക്കാം കേട്ടോ. സോ ചതുരങ്ങളുടെ എണ്ണം നമ്പർ ഓഫ് റെക്റ്റാങ്കിൾസ് എ കൊടുത്തു. ഇനി അതുപോലെ കമ്പുകളുടെ എണ്ണം, കമ്പുകളുടെ എണ്ണം, അതായത് നമ്പർ ഓഫ് മാച്ച് സ്റ്റിക്ക്, അത് ഞാനൊരു ബി ആയിട്ടും കൊടുത്തു. ഓക്കെ, അപ്പോൾ ചതുരങ്ങളുടെ എണ്ണം എ ആയിട്ടും കൊടുത്തു, കമ്പുകളുടെ എണ്ണം ബി ആയിട്ടും കൊടുത്തു. ഇനി ഈ എയും ബിയും തമ്മിലുള്ള റിലേഷൻ, ബന്ധം എന്താണെന്ന് നമ്മൾ ലെറ്ററിൽ എഴുതണം. അപ്പോൾ എങ്ങനെ എഴുതുന്നു കൃത്യമായിട്ട് ശ്രദ്ധിച്ചോ. നമുക്കറിയാം ചതുരങ്ങളുടെ എണ്ണം എ, അതിനോട് 3 മൾട്ടിപ്ലൈ ചെയ്തിട്ട് 1 കൂട്ടിയതാണ് കമ്പുകളുടെ എണ്ണം, അതായത് ബി. ഓക്കെ, ഇത് ചതുരങ്ങളുടെ എണ്ണം, ചതുരങ്ങളുടെ എണ്ണത്തിനോട് 3 ഗുണിച്ചു എന്നിട്ട് 1 കൂട്ടി, അതാണ് ബി എന്ന് പറഞ്ഞാൽ. ഓക്കെ, റെഡി അല്ലേ? മനസ്സിലായെന്ന് വിശ്വസിക്കാം കേട്ടോ. ഓക്കെ, ഇതുവരെ എഴുതി വെച്ചാൽ മതിയോ? പോരാ, ഇനി നമുക്ക് ഒന്നും കൂടെ അതിന് ചെറുതാക്കാം. എ ഇൻറ്റു 3 എന്ന് പറഞ്ഞാൽ, എ ഇൻറ്റു 3 എന്ന് പറഞ്ഞാൽ 3 എ ആയിരിക്കും. ചക്ക ഇൻറ്റു 3 എന്ന് പറഞ്ഞാൽ 3 ചക്ക. മാങ്ങ ഇൻറ്റു 3 എന്ന് പറഞ്ഞാൽ 3 മാങ്ങ. അതുപോലെ തന്നെ എ ഇൻറ്റു 3 എന്ന് പറഞ്ഞാൽ 3 എ. അപ്പോൾ 3 എ പ്ലസ് 1 ഈക്വൽ ടു ബി. ഇതാണ് കറക്റ്റ് ആൻസർ, ഇതാണ് കറക്റ്റ് ആൻസർ. ഇതാണ് അവർ തമ്മിലുള്ള റിലേഷൻ. 3a + 1 ഈസ് ഈക്വൽ ടു ബി. ഓക്കെ, ഇങ്ങനെ വേണം നമ്മളൊരു റിലേഷൻ എഴുതുക. ഓക്കെ, മനസ്സിലായല്ലോ. അപ്പോൾ മക്കളെ, ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. നാളത്തെ എക്സാമിന് നിങ്ങൾക്ക് വളരെയധികം ചോദിക്കാൻ സാധ്യതയുള്ളൊരു ക്വസ്റ്റ്യനാണ്. സോ ഈ ക്വസ്റ്റ്യൻ നിങ്ങൾ ചെയ്ത് പഠിക്കുക. സോ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ ഫ്രം സൈനിങ് ഔട്ട് ഫ്രം നോളജ് ഹണ്ടർ.